ഇത് കൺവീനർ ടി ഗോപിനാഥ്, ഇത് വൈസ് ചെയർമാൻ ഗോകുൽദാസ്. സംയുക്ത സമിതിയുമായി ഇന്ന് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി പ്രിയദർശിനി പദ്ധതി മൂലം പ്രയാസം അനുഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. 2 മണിക്കൂറോളം മന്ത്രിയുമായി ചർച്ച ചെയ്തു. ഇവിടെ മന്ത്രി ഇന്ന് എടുത്ത തീരുമാനത്തിൽ പ്രധാനപ്പെട്ടത് 6 ആഴ്ച കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഒരു കമ്മീഷനെ വെക്കും. ആ കമ്മീഷൻ്റെ റിപ്പോർട്ടിനനുസരിച്ച് ബാക്കി നടപടികൾ എടുക്കാമെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഞങ്ങളെടുത്ത് പറഞ്ഞത്. 1 മാസമായിട്ട് ഈ പ്രിയദർശിനി പദ്ധതി മൂലം പകുതിയിലധികം ബസ് ഉടമകൾ റോഡ് ടാക്സ് അടക്കാനോ ഡീസൽ അടിക്കാനോ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനോ കഴിയാതെയാണ് സർവീസ് നടത്തുന്നത്. ഇനി 1.5 മാസം കഴിഞ്ഞ് ഒരു റിപ്പോർട്ട് കിട്ടി, അതിനുശേഷം ഗവൺമെൻറ്റിൻ്റെ അടുക്കൽ നിന്ന് വല്ല നടപടികളും ഉണ്ടായ അതുവരെ ഞങ്ങളുടെ ഉടമകൾക്ക് സർവീസ് നടത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എങ്കിലും ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നൊരു ചർച്ച നടത്തിയതിൽ നിന്ന് ഒരു തീരുമാനം അറിയിച്ച സാഹചര്യത്തിൽ ഞങ്ങളുടെ ബസ് ഉടമകളുമായി 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു കൂടിയാലോചന യോഗം നടത്തി. ഭാവി പരിപാടികൾ ഞങ്ങൾ പല സമര പരിപാടികളും ആസൂത്രണം ചെയ്തിരുന്നു. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ധർണ, അതുപോലെ കലക്ട്രേറ്റിന് മുമ്പിൽ ധർണ, അതുപോലെ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ 5-6 ജില്ലയിലെ സൂചനാ സമരങ്ങൾ നടന്നു. അതുപോലെ തന്നെ ഒരു അനിശ്ചിതകാല സമരത്തിൻ്റെ ഒരു കാർമേഘം അങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ സംയുക്ത സമിതി യോഗം, വിപുലമായ യോഗം ചേർന്ന് ഒരു തീരുമാനമെടുക്കും. അതുവരെ ഇപ്പോൾ തൽക്കാലം ഒരു ബസ് നിർത്തിയുള്ള സമരവുമായിട്ട് ഞങ്ങളിപ്പോൾ തൽക്കാലം മുന്നോട്ട് പോകുന്നില്ല. പക്ഷേ 2 ദിവസത്തിനുള്ളിൽ അതേക്കുറിച്ച് ഞങ്ങളൊരു തീരുമാനമെടുക്കും. മറ്റ് പ്രതിഷേധ പരിപാടികൾ, ഇപ്പോൾ തീരുമാനിച്ച പ്രതിഷേധ പരിപാടികൾ എന്ത് വേണമെന്നുള്ളത് ഞങ്ങൾ ഇന്ന് വൈകുന്നേരം തന്നെ കൂടിയാലോചിച്ച് തീരുമാനമെടുക്കും. അത്രേ ഇതേക്കുറിച്ച് പറയാനുള്ളൂ. അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത്തരത്തിലുള്ള കമ്മീഷനുകൾ വെച്ച് സർക്കാർ പല കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞിരുന്നു. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവും രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. ഇപ്പൊ തന്നെ 30% ബസ്സുകൾ വെന്റിലേറ്ററിലാണ്. അതാണ് ഇപ്പോൾ സ്ഥിതി. ഇനി ഇത് അടുത്ത ഒരു 45 ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് കമ്മിറ്റി ഇന്ന് കോൺസ്റ്റിറ്റ്യൂട്ട് ഒന്നുമില്ല, അത് ഇനി സമയം എടുക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ഒരു കമ്മിറ്റി വന്ന് 2 മാസം ഒക്കെ കഴിഞ്ഞാൽ ഈ ഓണത്തിന് മുമ്പായി സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ ഇപ്പം നിലവിലുള്ളതിൽ പകുതിയിലധികം ഓടാൻ കഴിയാതെ, ഡീസൽ അടിക്കാൻ കഴിയാതെയും തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാതെയും അത്യാവശ്യമുള്ള അറ്റകുറ്റപ്പണികൾ പോലും ചെയ്യാൻ കഴിയാതെ നിർത്തിയിടുന്ന സാഹചര്യമുണ്ട്. ഇപ്പം തന്നെ പല ബസ്സുകളും പകുതി ട്രിപ്പുകളെ ഓടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് വലിയ ഒരു കൂടുതൽ സമയമെടുക്കുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ബസ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ചർച്ച ഒരു സാറ്റിസ്ഫൈഡ് ചർച്ചയായിട്ടൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട മന്ത്രി കേട്ടു എന്നല്ലാതെ അതിൻ്റെ ഒരു കൃത്യമായ മറുപടി ഞങ്ങൾക്ക് ഇന്ന് ലഭിച്ചിട്ടില്ല. എന്തായാലും ഞങ്ങൾ സമര പരിപാടി ഇന്നിപ്പോൾ ഈ നിമിഷം ഒരു ബസ്സുകൾ നിർത്തിവെച്ചുള്ള സമരം ഇപ്പോൾ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ എന്തായാലും ഞങ്ങളുടെ സംയുക്ത സമിതിയുടെ യോഗം ഞങ്ങൾ 2 ദിവസത്തിനുള്ള അടിയന്തരമായി ചേർന്ന് ഞങ്ങൾ ഭാവി പരിപാടികൾ തീരുമാനിക്കും. എന്തായാലും ഈ നില തുടർന്നാൽ ഈ 45 ദിവസം കൂടി കഴിഞ്ഞാൽ സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ ഓടാനായിട്ട് 50% താഴെ ബസ്സുകളെ ഉണ്ടാവുള്ളൂ. ആ വിവരം ഒന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തര തീരുമാനം എടുത്തേ പറ്റൂ. ഞങ്ങൾ 5-6 ആവശ്യങ്ങൾ ഉന്നയിച്ചു വരുന്നു. ഞങ്ങൾ സംസ്ഥാന സർക്കാർ നൽകുന്ന തരത്തിൽ 0 ടിക്കറ്റിംഗ് സമ്പ്രദായം ഞങ്ങളുടെ ബസ്സിൽ നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഞങ്ങൾക്ക് ഡീസലിന് സബ്സിഡി തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഞങ്ങളുടെ ഏറ്റവും 15 കൊല്ലമായിട്ട് സംസ്ഥാനം നൽകുന്ന വിദ്യാർത്ഥികളുടെ യാത്രാ സംവിധാനം, ഈ യാത്രാ നിരക്കിലെ ഒരു വർധനവ് വരുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ സർക്കാരിന് മുമ്പിൽ വെച്ചു. എന്നിരുന്നാലും അതിനൊന്നും ഒരു കൃത്യമായ മറുപടി കമ്മീഷനെ വെക്കുക എന്നുള്ള കവിഞ്ഞുള്ള ഒരു മറുപടി ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. കമ്മീഷന്റെ സിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും സംസ്ഥാനത്ത് ജനങ്ങളുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാ സംവിധാനമായ സംസ്ഥാനത്തെ 70-ലധികം ബസ് യാത്രക്കാരുടെ യാത്രാ സംവിധാനം നിറവേറ്റുന്ന സ്വകാര്യ ബസ്സുകൾ ഇനിയൊരു 3 മാസം കൂടി നിൽക്കേണ്ടി വന്നാൽ ഈ സംസ്ഥാനത്ത് ഇല്ലാതാവുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. ഗവൺമെന്റ് അക്കാര്യം ഈ പറയുന്ന 6 ആഴ്ച എന്നുള്ളത് പുനഃപരിശോധിച്ചുകൊണ്ട് അടിയന്തരമായി ഒരു നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഭാവി പരിപാടികൾ ഇന്ന് തന്നെ തീരുമാനിക്കാനാണ്, ഇന്നും നാളെയായിട്ട് ഞങ്ങൾ തീരുമാനിക്കാനാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു സമരപ്രഖ്യാപനം ചർച്ച കഴിഞ്ഞ് ഇറങ്ങി വന്ന് ഞങ്ങൾ സമരപ്രഖ്യാപനം നടത്തുന്നില്ല. ഞങ്ങൾ ആലോചിച്ച് ഉടനടി തീരുമാനം പറയും എന്നത് കേരളത്തിലെ മുഴുവൻ സ്വകാര്യ ബസ് ഉടമകൾക്കും വലിയ ആശ്വാസമായിരുന്നു. പക്ഷേ ആശ്വാസത്തിന് സത്യത്തിൽ വിപരീതമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഉണ്ടായത്.
ഈ 1.5 മാസക്കാലം ഒരു കമ്മിറ്റി, ആ കമ്മിറ്റി ഹിയറിംഗ് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാന്ന് വെച്ചാൽ ഇതിന്റെ പ്രത്യാഘാതം, കേരളത്തിലെ സ്വകാര്യ ബസ് സർവീസിൽ നിന്ന് നേരിടുന്ന പ്രത്യാഘാതം ഇന്ന് സത്യം പറഞ്ഞ ഉടമകളെക്കാട്ടിലും കൂടുതലായിട്ട് അറിയുന്ന വ്യക്തികളാണ് ഇന്നത്തെ പത്രമാധ്യമങ്ങളൊക്കെ തന്നെ. ഇതിനകം നിങ്ങൾ പല ഘട്ടങ്ങളിലായി നിരന്തരം ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. എന്നിട്ടും ഇങ്ങനൊരു കമ്മീഷൻ വെച്ചു എന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് 14 കൊല്ലം മുമ്പ് ഒരു കമ്മീഷൻ വെച്ചതാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ, അതുപോലെ തന്നെ രവിരാമൻ കമ്മീഷൻ. ഈ കമ്മീഷൻ റിപ്പോർട്ടുകളൊന്നും പുറം ലോകം പോലും കണ്ടിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ആദരണീയനായ കമ്മിറ്റിയുടെ കൺവീനർ പറഞ്ഞതുപോലെ ഞങ്ങൾ സമരമൊന്നും പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഓണ സമയത്ത് സ്വകാര്യ ബസ് ഉടമസ്ഥന്മാരെ ഒന്ന് അനുരഞ്ജന നയത്തിൽ നിർത്തുക എന്നതിലുപരി ഈ ചർച്ചയിൽ വലിയ പ്രസക്തിയൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഓണം കഴിയുന്നതിന് ശേഷം എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകും എന്നാണ് ഇപ്പൊ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അക്ഷരാർത്ഥത്തിൽ ഓണത്തിന് മുമ്പ് തന്നെ കേരളത്തിലെ സ്വകാര്യ ബസ്സുകളിൽ 50% നിരത്തിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അത് വരാതിരിക്കാൻ ഓണക്കാലത്ത് സ്വകാര്യ ബസ്സുകളുടെ സർവീസ് നിർത്തിയാൽ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പ്രത്യാഘാതം മനസ്സിലാക്കി അടിയന്തര പ്രാധാന്യത്തോടു കൂടി പറ്റുമെങ്കിൽ 2-3 ആഴ്ചക്കുള്ളിൽ തന്നെ അതിനുള്ള എല്ലാ പോംവഴികളും ഞങ്ങൾ ഓരോന്നായി 12 അജണ്ടകളാണ് വെച്ചത്. ആ അജണ്ടകളിൽ പ്രധാനപ്പെട്ട ഓരോ കാര്യങ്ങളും കൃത്യമായി ഗവൺമെന്റിന് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റ് ഔട്ട് നടപ്പാക്കി തരണം എന്നാണ് വീണ്ടും ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്. ഞങ്ങൾ